ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. SI അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന്. എനിക്കൊന്നും വേണ്ട എന്ന് അർച്ചനയും പറയുന്നു. നിന്റെ കയ്യിലിരിപ്പ് ഇതൊന്നുമല്ലല്ലോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ. എന്തൊക്കെയാ നിന്റെ പണിക്കുള്ള മറുപടി സഹിറ മേഡം ഭംഗിയായിട്ട് തരും എന്നൊക്കെ ഇങ്ങനെ പോലീസ് പറയുന്നു. വരുന്നുണ്ട് കോടികളുടെ മുതൽ മോഷ്ടിച്ച വേറൊരു ഐറ്റത്തിനെയും കൊണ്ട്. അതെ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറയണം, അല്ലെങ്കിൽ അവർ നിന്നെ കടിച്ച് കീറിക്കളയും എന്നൊക്കെ ഇങ്ങനെ പോലീസ് പറയുന്നു. കേരള പോലീസിലെ പെൺകടുവയാണ് പെൺകടുവ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സഹിർ അവിടേക്ക് വന്നിറങ്ങിയിരിക്കുന്നു. കൂടെ മീനാക്ഷിയുമുണ്ട്. ചെമ്പകമംഗലത്തെ വാള് മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് മീനാക്ഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മീനാക്ഷിയുമായിട്ടാണ് സഹിർ അവിടേക്ക് വന്നിരിക്കുന്നത്. താനല്ല ഇത് ചെയ്തത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവർ കേൾക്കുന്നില്ല. അവിടേക്ക് അവർ വരുമ്പോൾ ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അർച്ചന. എന്താടി പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാൻ നിനക്കൊരു മടി? വലിയ കൊമ്പത്തിൻ്റെ IPS-കാരൻ്റെ ഭാര്യയായതിൻ്റെ അഹങ്കാരമാണോ? നിന്റെ IPS-കാരൻ ഇപ്പോൾ കള്ളത്തിന് പുറത്താണ്. നിന്നെ രക്ഷിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതിനുള്ള ഒരു ചാൻസും ഞാൻ അവന് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. പോലീസ് ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സഹീറ മീനാക്ഷിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അർച്ചനയുടെ അടുത്തേക്ക് ഒരൊറ്റയേറി. അർച്ചനയുടെ തൊട്ടരികിലേക്കാണ് മീനാക്ഷി ചെന്ന് വീഴുന്നത്. മീനാക്ഷിയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അർച്ചനയും ഭയന്നു. ഇതിനകത്ത് നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ട് പോകാൻ ആര് വരുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ACP അവിടെ നിന്ന് പോകുന്നു. ACP CAയോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ FIR ഇട്ടാൽ മതി. ഒരു കാരണവശാലും അവൾക്ക് ജാമ്യം കിട്ടരുത്. ആരാണ് അവളെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നത് എന്നെനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറയുന്നു. ഇതേ സമയം കാർത്തി അവിടേക്ക് വരുന്നുണ്ട്. കാർത്തി അവിടേക്ക് വന്നപ്പോൾ CA കാർത്തിയെ സെല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ACP ചോദിക്കുന്നുണ്ട്, സസ്പെൻഷനിലായ പോലീസുകാരനെ എന്തിനാണോ സെല്യൂട്ട് ചെയ്യുന്നത് എന്ന്. അദ്ദേഹം അവിടുന്ന് പോയി. കാർത്തി ഇപ്പോൾ സഹിറ ACPയോട് പറയുന്നു, സഹിറ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. മീനാക്ഷിയെ ജാമ്യത്തിൽ വിടണമെന്ന് പറയുമ്പോൾ തന്നെ ACP പറയുന്നുണ്ട്, അങ്ങനെ ജാമ്യത്തിൽ വിടാനാണോ സാറേ നമ്മൾ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? കുറച്ച് നാൾ നിങ്ങളും ഈ യൂണിഫോം ഇട്ടതല്ലേ? ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്താൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമോ? അങ്ങനെ അങ്ങ് ജാമ്യത്തിൽ വിടാനല്ല ഞാൻ അവളെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് പറയുന്നു. സഹിറ പ്ലീസ്, എന്നോടുള്ള വിരോധം ദയവ് ചെയ്ത് താൻ അവളോട് കാണിക്കരുത്. നിരപരാധിയായ എൻ്റെ ഭാര്യയെ കേസിൽ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ACP പറയുന്നു, അത് തീരുമാനിക്കേണ്ടത് താനാണോ? എന്തിനാണോ ഞാൻ യൂണിഫോം ഇട്ടിരിക്കുന്നത്? പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, ജാമ്യം കിട്ടാത്ത ഒരു കുറ്റമാണ് തൻ്റെ ഭാര്യ ചെയ്തിരിക്കുന്നത്. എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് കാർത്തി പറയുമ്പോൾ തന്നെ ACP പറയുന്നു, നടക്കില്ല. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കണ്ടാൽ മതി. പണ്ട് യൂണിഫോം ഇട്ടിരുന്നു എന്ന് കരുതി അതിൻ്റെ ഒരു ആനുകൂല്യവും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട. ഇരിക്കേട്ട് കാർത്തി പറയുന്നു, തൻ്റെ ഒരു ആനുകൂല്യത്തിനു വേണ്ടി ഇരക്കാൻ വന്നതല്ല ഞാൻ. നമ്മൾ പോലീസ് ഓഫീസർ തമ്മിൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ മറക്കരുത്. ഡിപ്പാർട്ട്മെന്റ് എന്നെ ഡിസ്മിസ് ചെയ്തിട്ടില്ല, തൽക്കാലം സസ്പെൻഷനിലാണെന്നേ ഉള്ളൂ. അറസ്റ്റിലായ പ്രതിയെ കാണാൻ അവരുടെ ഹസ്ബൻഡായ എനിക്ക് അവകാശമുണ്ട്. അത് നിഷേധിക്കാൻ നിങ്ങൾക്കൊരു അവകാശവുമില്ല എന്ന് പറയുന്നു. എൻ്റെ അവകാശത്തെ പറ്റി നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയല്ല ഞാൻ. എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അറസ്റ്റിലായ പ്രതിയെ നിങ്ങളെ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ കാണിക്കില്ല. ഈസ് മൈ ഡിസിഷൻ. അത് മാറ്റണമെങ്കിൽ താനൊന്ന് ശ്രമിച്ചു നോക്ക്. ഇത്രയും നാള് നിങ്ങൾ കാണുന്നതല്ലേ, ഇനി കുറച്ച് നാള് ഞങ്ങൾ പോലീസുകാരെ ആ പേരും കള്ളിയെ ഒന്ന് കാണട്ടെ എന്ന് ACP പറയുമ്പോൾ ദേഷ്യത്തോടെ കാർത്തി പറയുന്നുണ്ട്, ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു പോലീസ് ഓഫീസർ എന്നതിനേക്കാൾ നിങ്ങളൊരു സ്ത്രീ ആയിപ്പോയി. ഇരിക്കേട്ട് ACP പറയുന്നു, ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പഴയത് പറഞ്ഞ് കുത്തി നോവിക്കാനും അതിൻ്റെ പേര് റിവെഞ്ച് എടുക്കാനും ഞാനൊരു ചീപ്പല്ല. തൻ്റെ തകർച്ച ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. നേരത്തെ കിരീടം വെച്ച ഓഫീസർ ആയിരുന്നല്ലോ, ഇപ്പോൾ എൻ്റെ മുന്നിൽ യാചിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? ഇറ്റ് ഈസ് ടൈം. പക്ഷേ തൻ്റെ യാചന കൊണ്ട് എൻ്റെ മനസ്സലിയില്ല. തൻ്റെ ഭാര്യയെ കാണാൻ തന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ACP. എത്ര കുറ്റവാളിയാണെങ്കിലും ഏത് ലോക്കപ്പിലാണെങ്കിലും മീനാക്ഷി എൻ്റെ ഭാര്യയാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന പരിഗണനയൊന്നും വേണ്ട. ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ എന്ന അവകാശം മാത്രം മതി എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ. അതുപോലും നിങ്ങൾ എന്നെ നിഷേധിക്കുന്നു. ഇതിന് എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കാർത്തി. മറുപടി മെയിലായിട്ട് അയച്ചു തന്നാൽ മതി, ഞാൻ വായിച്ചോളാം. വേണമെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്ത് ഇവിടെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചേക്കാമെന്നും ACP പറയുമ്പോൾ ദേഷ്യത്തോടെ കാർത്തി പോകുന്നു. CA അവിടേക്ക് വന്നിട്ട് പറയുന്നു, കാർത്തിക് സാറിനെ വൈഫിനെ ഒന്ന് കാണിക്കാമായിരുന്നു എന്ന്. ദേഷ്യത്തോടെ ACP CAയോട് പറയുന്നു, ഷട്ടപ്പ്, ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
താൻ ഞാൻ പറഞ്ഞത് കേട്ടാ മതിയെന്ന് പറയുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. സന്തോഷത്തോടെ ഇരിക്കുകയാണ് ACP. എന്നാൽ പുറത്തിറങ്ങിയ കാർത്തി വളരെ വലിയ ടെൻഷനോട് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് CI കാർത്തിയോട് പറയുന്നുണ്ട്, സാർ എന്നോടൊന്നും തോന്നരുത്, ജാമ്യത്തിൽ വിടാനും അവർക്ക് ഉദ്ദേശമില്ല. ഒരുപാട് റിമാൻഡുകളാണ് ചാർത്തിയിരിക്കുന്നത്. റിമാൻഡ് ചെയ്യാമെന്നല്ലാതെ തൂക്കിക്കൊല്ലാൻ അവർക്ക് സാധിക്കില്ലല്ലോ. അവളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷിച്ചിരിക്കും എന്ന് കാർത്തി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മീരയുടെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ് അനഘ. ഇതെല്ലാം അവന്തിക വളരെ സന്തോഷത്തോടെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയില്ലേ മീരേച്ചി, അർച്ചനയെടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. നന്ദേട്ടനെല്ലാം പോയിട്ടുണ്ട്, എല്ലാം എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുമായിരിക്കും. മീരേച്ചി സമാധാനമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല, അർച്ചനയെടുത്ത് തിരിച്ചു വരും എന്നൊക്കെ അനഘ മീരയോട് പറയുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ അവന്തിക അവരുടെ അടുത്തേക്ക് വന്നു. നീയാണോ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ആള് എന്ന് അവന്തിക ചോദിക്കുന്നു. ദേഷ്യത്തോടെ അനഘ അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എന്തറിഞ്ഞിട്ടാ നീ മീരയോട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞത്? എടുത്തി ഉടനെ തിരിച്ചു വരും പോലും. അവൾ ഉടനെ തിരിച്ചു വരില്ല, ജയിലെല്ലാം കണ്ട് തൃപ്തിയായി പതിയെ വന്നോളും. ചേച്ചിക്ക് ഈ സമയത്തെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ എന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അർച്ചനെ ഇന്നിവിടെ പോലീസ് കൊണ്ടുപോയത് കണ്ണിറയെ കണ്ടു നിൽക്കുന്ന ഞാൻ മിണ്ടാതിരിക്കുമോ? ഈയിടയ്ക്ക് ഉള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ഒന്ന് നൃത്തം വെച്ച് ആഘോഷിക്കേണ്ട ദിവസം. സേതുമാധവൻ്റെ മക്കൾ കരഞ്ഞ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമായി ഞാൻ കാണുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്നും എൻ്റെ പ്രിയപ്പെട്ട ദിവസമാണ്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അവർക്ക് അതേ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ അവളുടെ അറസ്റ്റ്. എല്ലാത്തിനും സാക്ഷിയായി അവന്തിക എന്ന ഞാനും. ചേച്ചി അമിതമായി സന്തോഷിച്ച സമയത്തൊക്കെ അവസാനം അത് ചേച്ചിയുടെ തലയിൽ വന്ന് ഭവിച്ച ഒരു സമയം ഇത്തവണയും തെറ്റില്ല, നോക്കിക്കോ എന്ന് അനഘ. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇതെല്ലാം അവളായിട്ടുണ്ടാക്കിയതല്ലേ. അവളോട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ നേർക്ക് നിൽക്കരുതെന്ന്, കേട്ടില്ലല്ലോ. അപ്പോൾ അവൾ അനുഭവിക്കട്ടെ എന്ന് അവന്തിക പറയുന്നു. ഇതേ സമയം കാണിക്കുന്നത് മീനാക്ഷിയെയും തൊട്ടരികിലിരിക്കുന്ന അർച്ചനയും. വളരെ സങ്കടത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ട് മൂലയിലായിട്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് മീനാക്ഷി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പേരെന്ന്. അർച്ചന എന്ന് പറയുന്നു. എവിടെയാണ് വീടെന്നും ചോദിക്കുമ്പോൾ ഇവിടെ അടുത്താണ്, നെല്ലിശ്ശേരി എന്നാണ് വീട്ടുപേര് എന്ന് അർച്ചന പറയുന്നു. കുട്ടിയുടെ പേര് ചോദിക്കുന്നുണ്ട്. മീനാക്ഷിയും പറയുന്നു, എൻ്റെ പേര് ഇവിടെ ശംഖുമുഖത്താണ്, ചെമ്പകമംഗലം എന്ന് പറയുമ്പോൾ തന്നെ അർച്ചന പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ മ്യൂറൽ പെയിന്റ് ചെയ്ത് സാരികളൊക്കെ കൊടുക്കുന്നതല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. ഈ സമയത്താണ് സഹീർ അവിടേക്ക് വന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടി കുടുംബവിശേഷം പറയുമായിരുന്നു അല്ലേടി എന്നെ ദേഷ്യത്തോടെ ചോദിക്കുന്നു. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്ന് മീനാക്ഷിയോട് ACP പറഞ്ഞിട്ട് അർച്ചനയുടെ അരികിലേക്ക് വന്നു. ചോദിക്കുന്ന ചോദ്യത്തിന് സത്യം പറയണം, സത്യം മാത്രമേ പറയാവൂ എന്നും ACP അർച്ചനയോട്. കള്ളത്തരം പറഞ്ഞാൽ ഇതിനകത്തിട്ട് നിന്നെ ഇഞ്ചിഞ്ചായി ചതയ്ക്കും. നീ ആ കുഞ്ഞിനെ എവിടെ നിന്ന് മോഷ്ടിച്ചു, ആർക്ക് കൊണ്ടുപോയി വിറ്റു? പറയടി എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ പല്ല് ഞാൻ അടിച്ച് തെറിപ്പിക്കുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു, ഞാൻ കുഞ്ഞിനെ മോഷ്ടിച്ചിട്ടില്ല. കാണാതായ കുഞ്ഞിനെ വീണ്ടെടുത്ത് തരേണ്ടത് നിങ്ങൾ പോലീസുകാരുടെ ചുമതലയല്ലേ? ദേഷ്യത്തോടെ ACP പറയുന്നുണ്ട്, നീ പോലീസുകാരോട് തർക്കിക്കുന്നോ എന്ന്. ഞാൻ തർക്കിക്കുമല്ല, സത്യം പറഞ്ഞതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ എന്നെ കരുവാക്കുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ, എന്നെ ചോദ്യം ചെയ്യുന്നോ എന്ന് പറഞ്ഞ് സഹീറ ഇപ്പോൾ അർച്ചനയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കരണത്തോരണം പൊട്ടിച്ചു. കുഞ്ഞിനെ വിട്ടിട്ട് അവൾ പോലീസുകാരോട് ന്യായം പറയുന്നോ എന്ന് പോലീസ് പറയുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ പറയുന്നു, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് എന്നെ ഇങ്ങനെ തല്ലുന്നത് എന്ന്. വീണ്ടും ACP ധിക്കാരം പറയുന്നു എന്ന് പറഞ്ഞ് അർച്ചനയുടെ കരണത്ത് വീണ്ടും ഒന്ന് പൊട്ടിച്ചു. പിന്നെയും അടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൈ തടയുകയാണ് മീനാക്ഷി. ACPയുടെ കയ്യിൽ കയറി പിടിക്കാറായോ നീ എന്ന് ACP മീനാക്ഷിയോട് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, പിടിക്കാറായി. പോലീസുകാരെ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഞാനൊരു ACPയുടെ ഭാര്യയാണെന്ന് മീനാക്ഷി അറിയാടി, കുപ്രസിദ്ധനായ ACP എന്ന് ACP പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, ആ കഥയിലേക്ക് കടക്കണ്ട മേഡം, അതിൻ്റെ പിന്നിലുള്ളവർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലും. നിയമത്തെക്കുറിച്ച് എനിക്കും അറിയാം, ഞാനും ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്. നീ ലോ സ്റ്റുഡൻ്റ് അല്ലേ, അല്ലാതെ ചീഫ് ജഡ്ജസ് ഒന്നും അല്ലല്ലോ. ആദ്യം നീ പഠിച്ച് പാസ്സായിട്ട് വാ, എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്ന് വാദിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ACPയുടെ ഭാര്യ എന്നൊക്കെ പറയുന്നത് ഒരു സെറ്റപ്പ് അല്ലേ? പിൻവാതിൽ കൂടിയല്ലേ നീ കാർത്തിക്കിൻ്റെ ബെഡ്റൂമിൽ നുഴഞ്ഞു കയറിയത് എന്നൊക്കെ ACP പറയുമ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നു, മേഡം പ്ലീസ് അനാവശ്യം പറയരുതെന്ന്. പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ACP എന്ന് പറഞ്ഞ് മീനാക്ഷിക്കും ഒന്ന് പൊട്ടിച്ചു.
ചീ തുടർ തന്നെ തൊട്ടാൽ എന്ന് പറഞ്ഞ് മീനാക്ഷി ACPയുടെ നേരെ കൈ ചൂണ്ടിയപ്പോൾ നീ എന്നെ ആക്രമിക്കാൻ വരുന്നോ എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കഴുത്തിന് പിടിക്കുകയാണ് ACP. എന്നിട്ട് മീനാക്ഷിയുടെ കരണത്തിട്ട് കുറെ പൊട്ടിച്ചു. എന്നിട്ട് അവിടെ ഭിത്തിയിൽ ഒക്കെ കൊണ്ട് ഇടിക്കുന്നുണ്ട്. പെട്ടെന്ന് മീനാക്ഷി ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. അർച്ചനയുടെയും കഴുത്തിന് ഞെരിക്കുകയാണ്. പോലീസുകാരുടെ അല്ല, ഇനി ഓട്ടോക്കാരുടെ കാക്കി കണ്ടാൽ പോലും നീയൊക്കെ പേടിക്കണം എന്ന് പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ACP അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് അർച്ചന മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന് മീനാക്ഷിയെ ഉണർത്താൻ ശ്രമിക്കുന്നു. ഇതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് സച്ചിയും സന്ദീപും. ആദ്യം നമുക്ക് SP കാണാമെന്ന് പറഞ്ഞ് SP കാണാനായി പോവുകയാണ് സച്ചി. മീനാക്ഷി ഇപ്പോൾ അർച്ചനയുടെ മടിയിൽ കിടക്കുന്നു. ദൈവമേ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കുട്ടി തല്ലൊക്കെ മേടിച്ചത് എന്ന് വിഷമത്തോടെ അർച്ചന പറയുന്നുണ്ട് മീനാക്ഷിയെ പറ്റി. ഈ സമയം SP കാണാൻ എത്തിയിരിക്കുകയാണ് സച്ചി. ലോക്കപ്പിൽ കിടക്കുന്ന അർച്ചനയെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഞാൻ അർച്ചനയുടെ ഹസ്ബൻഡാണ് എന്ന് സച്ചി പറയുമ്പോൾ നിൽക്ക്, ഞാൻ മേഡത്തിന്റെ പെർമിഷൻ വാങ്ങിക്കാമെന്ന് SP പറയുന്നുണ്ട്. അങ്ങനെ SP ഇപ്പോൾ ACPയുടെ അരികിലേക്ക് വന്നിട്ട് അർച്ചനയെ കാണാൻ അർച്ചനയുടെ ഹസ്ബൻഡ് സച്ചി വന്ന കാര്യം പറയുന്നുണ്ട്. മേഡമോ? ആരാണോ തൻ്റെ മേഡം? ഒരു കുഞ്ഞിനെ മോഷ്ടിച്ച് കിട്ടിയ വിലയ്ക്ക് വിറ്റ ആ ക്രിമിനലാണോ തൻ്റെ മേഡം? ഒരു കാരണവശാലും അവളെ കാണാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. അവളുടെ റിലേറ്റീവ്സ് ആര് വന്നാലും താൻ പറഞ്ഞേക്ക് എന്ന് ACP പറയുന്നുണ്ട് SPയോട്. ഇതേസമയം അർച്ചനയുടെ അരികിലേക്ക് മറ്റൊരു കോൺസ്റ്റബിൾ വന്നിട്ട് ഒരു കുപ്പി വെള്ളം കൊടുക്കുന്നുണ്ട്. കുറച്ച് ആ കുട്ടിയുടെ മുഖത്ത് തളിക്കാനും കുറച്ച് കുടിക്കാൻ കൊടുക്കാനും പറയുന്നു. അങ്ങനെ അർച്ചന മീനാക്ഷിക്ക് കുറച്ച് വെള്ളം മുഖത്ത് തളിക്കുകയും കുറച്ച് കുടിക്കാനായി കൊടുക്കുകയും ചെയ്യുന്നു. മീനാക്ഷിയുടെ വയൽ കൂടി കുറച്ച് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഇതേസമയം ഒരു കോള് വരികയാണ്. പെട്ടെന്ന് തന്നെ ഒരു സ്കൂളിലേക്ക് പോകണം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കേസ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ACPക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയേ പറ്റൂ. ഫയൽ അവിടെ വെച്ചിട്ട് കൂടെ വരാൻ പറയുകയാണ് SP സച്ചിയോട് പറയുന്നു, ഒരു കാരണവശാലും ഇവർ നിങ്ങളെ ഭാര്യയെ കാണാൻ അനുവാദം തരില്ല, മറ്റെന്തെങ്കിലും വഴി നോക്കൂ എന്ന് പറയുന്നു. നിങ്ങൾ മേഡം തിരിച്ചു വരുന്നതിന് മുമ്പ് ഭാര്യയെ ചെന്ന് കണ്ട് തിരികെ പോകാൻ നോക്ക്, ചെല്ലേ എന്ന് SP പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചിയും സന്ദീപും അർച്ചനയെ കാണാനായിട്ട് വന്നു. സച്ചിയെ കണ്ടപാടെ സച്ചിയേട്ട എന്ന് പറഞ്ഞ് അർച്ചന ചാടി എണീക്കുന്നുണ്ട്. അങ്ങനെ സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു. പൊട്ടിക്കരയുകയാണ് അർച്ചന. ഈ സമയം സച്ചിയുടെ മുഖം ഓർത്തെടുക്കുകയാണ് മീനാക്ഷി. ഒരു അപകടത്തിൽ നിന്നും മീനാക്ഷിയെ രക്ഷിച്ചത് സച്ചിയായിരുന്നു. ചെയ്യാത്ത കുറ്റം ചുമത്തി എന്നെ ഇവിടെ കൊണ്ടിടാൻ അവരോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അർച്ചന. ഒന്നും സാരമില്ല, എത്ര വേണമെങ്കിലും തല്ലിക്കോട്ടെ, ഞാൻ എല്ലാം സഹിക്കാം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടിയാൽ മതി എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അർച്ചന. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, എനിക്ക് ഉറപ്പായെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ നോക്കുകയാണ് സച്ചി. എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് മറക്കാൻ പറ്റൂ എന്ന് പറയുന്നു. അന്ന് എന്നെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ, നിങ്ങളന്ന് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊല്ലുമായിരുന്നു എന്നെ മീനാക്ഷി പറയുമ്പോൾ സച്ചി പറയുന്നു, എന്തായാലും അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ നമ്മൾ ഓർത്തില്ലല്ലോ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വീണ്ടും ഉണ്ടാവുമെന്ന്. അന്ന് സച്ചിയേട്ടൻ മീനാക്ഷിയെ രക്ഷിച്ചെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി മീനാക്ഷി ഒരുപാട് തല്ലുകൊണ്ടു എന്ന് അർച്ചന പറയുന്നു. എന്നെ തല്ലുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ മീനാക്ഷി ACPയുടെ കയ്യിൽ കയറി പിടിച്ചു. അവരെ തല്ലാനും കയ്യോങ്ങി. ആ ACP സഹീറ നമ്മുടെ കൂടെയൊക്കെ എന്തൊക്കെയോ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്. അവരാളുടെ ഭാഗമാണ്, അതിലൊരു സംശയം വേണ്ട എന്ന് പറയുകയാണ് മീനാക്ഷി. അർച്ചനെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ഒരു കുട്ടിയെ മോഷ്ടിക്കില്ല എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ സന്ദീപ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ACPയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന്. ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ വീടായ ചെമ്പകമംഗലത്ത് ചെല്ലണം. എൻ്റെ മുത്തശ്ശിയാണ് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ. നിങ്ങൾ മുത്തശ്ശിയെയും എൻ്റെ ഭർത്താവ് കാർത്തിയേട്ടനെയും കാണണം. കാർത്തിയേട്ടൻ ACP ആയിരുന്നു, പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലാണെന്ന് പറയുന്നു. ഞങ്ങളെ രണ്ടുപേരെയും പുറത്തിറക്കാൻ ഇനി അവർക്കേ പറ്റൂ, ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾ ചെമ്പകമംഗലത്തേക്ക് ചെല്ലുകയെന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ശരി, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് സച്ചി. അങ്ങനെ സച്ചിയും സന്ദീപും അങ്ങോട്ടേക്ക് പോകാനാണ് ഇപ്പോൾ തുടങ്ങുന്നത്. മീനാക്ഷിയോട് ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് മീനാക്ഷിയോട് ദേഷ്യമാണെന്നല്ലേ പറഞ്ഞത്, ഇപ്പോഴോ? എൻ്റെ മുത്തശ്ശിയല്ലേ ദേഷ്യം കാണിക്കും, പക്ഷേ ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോളാണ്. ഒരാപത്ത് വന്നാൽ മുത്തശ്ശി എന്നെ കൈവിടില്ല, ഒരിക്കലും അമ്മ എന്നെ ഉപേക്ഷിക്കില്ല. അതാണ് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയും കാർത്തിയെയും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ചെമ്പകമംഗലത്തെ ഉടവാൾ മോഷ്ടിച്ചവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട്. ഉടവാൾ കണ്ടെത്തേണ്ടത് പോലീസിന്റെ മാത്രമല്ല ചെമ്പകമംഗലംകാരുടെയും കൂടി ബാധ്യതയാണ്. പ്രതിയെ പിടികൂടി കഴിഞ്ഞപ്പോൾ അതിന് പിന്നാലെ നീ പോയതുപോലും ശരിയല്ലെന്നേ ഞാൻ പറയൂ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദിനി പറയുന്നു, അമ്മ പ്രതി എന്ന് പറയുന്നത് ഈ വീട്ടിലെ കുട്ടിയാണ്, അമ്മയുടെ കൊച്ചുമകൾ.
എൻ്റെ ജയേട്ടൻ്റെ ആത്മാവ് അത് പൊറുക്കില്ല എന്നൊക്കെ പറയുന്നു. വിഷമത്തോടെ എല്ലാവരും അത് കേട്ട് നിൽക്കുന്നു. എന്നാൽ നന്ദിനി ഇത് പറയുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് രാജലക്ഷ്മി. ഇതേ സമയം അവന്തികയെ കാണിക്കുന്നുണ്ട്. അവന്തിക സന്തോഷത്തോടെ ഇരിക്കുന്നു. സ്നേഹ അവിടേക്ക് വരുന്നുണ്ട്. ആള് നല്ല ഹാപ്പിയാണല്ലോ. അർച്ചനയെടുത്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ സന്തോഷത്തിലായിരിക്കും എന്നൊക്കെ സ്നേഹ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് സ്നേഹ അവന്തികയുടെ അരികിലേക്ക് വന്നു. ഉള്ളിലെ സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. അർച്ചനയെടുത്തിയെ പോലീസ് കൊണ്ടുപോയതിൽ ഇത്രയ്ക്ക് സന്തോഷിക്കണോ എന്ന് സ്നേഹ. എൻ്റെ സന്തോഷം അവളെ പോലീസ് കൊണ്ടുപോയതിൻ്റെയാണെന്ന് ആര് പറഞ്ഞു എന്ന് അവന്തിക. ഈ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്ന് സ്നേഹ. അങ്ങനെ നീ എഴുതാപ്പുറം വായിക്കേണ്ട. അർച്ചനയെ പോലീസ് കൊണ്ടുപോയത് എൻ്റെ വിഷയമല്ല. എനിക്ക് അവളോട് ഒരു പകയുമില്ല എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എന്നോട് കള്ളം പറയല്ലേ ഏട്ടത്തി. കീരിയും പാമ്പും പോലെ ഈ വീട്ടിനകത്ത് കിടന്ന് യുദ്ധം ചെയ്തതല്ലേ നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ശത്രുതയെക്കുറിച്ച് ഈ വീട്ടിലെ കാറ്റിന് പോലും അറിയാമെന്നും സ്നേഹ. എങ്കിലേ നിനക്ക് തെറ്റി. അർച്ചനയോടുള്ള പകയല്ല എൻ്റെ മുഖത്തിലെ സന്തോഷം പോലെ നീ കണ്ടത്. ഈ കുടുംബത്തോടുള്ള എൻ്റെ സ്നേഹമാണ് എൻ്റെ മുഖത്ത് ഇപ്പോഴുള്ളത്. എൻ്റെ മുഖത്ത് നീ കണ്ട സന്തോഷവും അതാണെന്ന് അവന്തിക. മനസ്സിലായില്ല എന്ന് സ്നേഹ പറയുമ്പോൾ മനസ്സിലാവുന്നത് പോലെ പറയാം. ഈ കുടുംബത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അർച്ചനയ്ക്കാണെന്നല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ കുടുംബത്തിലെ എല്ലാവരും അനുഭവിക്കേണ്ട ഒരു തരി സ്വത്ത് പോലും ഇവിടുന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എനിക്ക് ഈ കുടുംബത്തോടുള്ള സ്നേഹം. മനസ്സിലായോ? ആ ഡ്രൈവറിൻ്റെ കുഞ്ഞിൻ്റെ പേരിലാണല്ലോ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ നിന്റെ അച്ഛൻ തീരുമാനിച്ചത്. ഇപ്പോൾ ആ കുഞ്ഞും പോയി സ്വത്തുക്കൾ ആർക്കും എഴുതി വെക്കേണ്ടിയും വന്നില്ല. സ്നേഹ പറയുന്നു, അതിനുവേണ്ടി ഞാൻ ഇനി ആരോടും യുദ്ധം ചെയ്യുന്നില്ല. അങ്ങനെ അന്ന് ആ ഡോക്യുമെൻ്റ് വരച്ചു കീറി കളഞ്ഞില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ അച്ഛൻ ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം രജിസ്റ്റർ ചെയ്യുമായിരുന്നു എന്നും പറയുന്നു. നിന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ഞാനല്ലേ. ഇനി ഒരിക്കലും ആ ഡ്രൈവറിൻ്റെ സന്തതി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്ന് അവന്തിക. മനസ്സിലായി, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന്. കുറച്ചല്ല, ഒരുപാട് സന്തോഷമായി എന്ന് സ്നേഹ. ആ സന്തോഷമാണ് എനിക്കും എൻ്റെ മുഖത്തും കണ്ടത് എന്ന് അവന്തിക. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഒരിക്കലെങ്കിലും അതിൽ കിടക്കണം. സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ മനസ്സിലാകുമെന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സ്നേഹ. ഞാനെന്തിന് ലോക്കപ്പിൽ കിടക്കണം? അതിനവളെ പോലെ ഞാൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അവളിപ്പോൾ ജയിലിൽ കിടക്കുന്ന കാഴ്ച മനസ്സിൽ കണ്ടതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ അവന്തിക. പോലീസ് അർച്ചനയെടുത്തിയെ തല്ലുമോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, ഏയ് ഉമ്മ വയ്ക്കും. ഒന്ന് പോടി എവിടുന്ന്. പുറത്തുനിന്ന് നീ കാണുന്ന പോലീസ് സ്റ്റേഷൻ അല്ല യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ. ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായി ഒരിക്കലെങ്കിലും അങ്ങോട്ടേക്ക് കയറിയാൽ പിന്നെ മരണം വരെ അത് മറക്കില്ല. കരിമ്പൻ ചെണ്ടി പിഴിഞ്ഞെടുക്കുന്നത് പോലെ പോലീസുകാരിപ്പോൾ അവളെ ചരച്ച് പിഴിഞ്ഞെടുത്ത് കാണും. അയ്യോ എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു, നിനക്കെന്താ വിഷമമുണ്ടോ എന്ന്. എനിക്ക് വിഷമോ ഇല്ല എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു, എന്നാ പിന്നെ സന്തോഷിക്കേ. ശത്രുക്കളുടെ വീഴ്ച വരുമ്പോഴാണ് യുദ്ധകളത്തിൽ സന്തോഷം മുഴങ്ങുന്നത്. ആഘോഷിക്കേ. അവളുടെ ഈ തകർച്ച പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേ. ഇത് വിജയത്തിൻ്റെ ദിവസമാണ്, മഹാവിജയത്തിൻ്റെ ദിവസം എന്നൊക്കെ അവന്തിക പറയുന്നു. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ചെമ്പകമംഗലത്തെത്തിയിരിക്കുകയാണ് സച്ചിയും സന്ദീപും. എല്ലാവരും ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു. സച്ചിയും സന്ദീപും ആണല്ലോ എന്ന് കാർത്തി പറയുന്നു. ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ എന്ന് സച്ചി ചോദിക്കുന്നു. വരാമല്ലോ എന്ന് കാർത്തിയും. ഒഫീഷ്യൽ കാര്യം വല്ലതുമാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ സസ്പെൻഷനിലാണ് എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട്. ഞങ്ങൾ മറ്റൊരാവശ്യത്തിന് വന്നതാണ്. മീനാക്ഷി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് സച്ചി പറയുന്നു. കാർത്തികിന് എൻ്റെ ഭാര്യ അർച്ചനെ ഓർമ്മയുണ്ടാകുമല്ലോ. അവളിപ്പോൾ അറസ്റ്റിലാണ്. മീനാക്ഷിയുടെ അതേ ലോക്കപ്പിൽ എന്നൊക്കെ സച്ചി. അർച്ചനയോ എന്നിങ്ങനെ കാർത്തി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു, ഏതോ കുറ്റവാളിയുടെ ബന്ധുക്കളാണ് അല്ലേ. ദേഷ്യത്തോടെ എല്ലാവരും മാലതിയെ നോക്കുന്നു. അതെ, അർച്ചനയും മീനാക്ഷിയും ഒരേ ലോക്കപ്പിലാണ് ഇപ്പോൾ എന്ന് സച്ചി പറയുമ്പോൾ ഇതിനിടയിൽ ജഗദീഷ് മാലതിയെ വഴക്ക് പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് വകതിരിവ് കുറവാണ്, ക്ഷമിക്കണമെന്ന് പറയുന്നു. അത് കുഴപ്പമില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആരും സംശയിക്കും, പക്ഷേ എൻ്റെ അർച്ചന നിരപരാധിയാണ്. അങ്ങനെ ഉണ്ടായ കാര്യം സച്ചി അവരോട് പറഞ്ഞു. കുഞ്ഞിൻ്റെ കാര്യമാണ്, അതിൻ്റെ പേരിലാണ് അർച്ചന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതാണ് ഉണ്ടായത് എന്ന് സച്ചി പറയുന്നു. അർച്ചനെ കാണാൻ ഞങ്ങൾ സ്റ്റേഷനിൽ പോയതാണ്. അവിടെ വെച്ചുണ്ടായ കാര്യങ്ങൾ പറയുന്നു. മീനാക്ഷിയെ കണ്ടത് മീനാക്ഷി പറഞ്ഞതും പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും സച്ചി പറയുന്നു. അങ്ങനെയാണ് അല്ലേ കാര്യങ്ങൾ? സഹിറ അപ്പോൾ പക വീട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോലീസ് യൂണിഫോം അണിഞ്ഞതിൻ്റെ ഇത് ഞാനും കാണിച്ചു കൊടുക്കാമെന്ന് കാർത്തി. സാവിത്രിയും ജഗദീഷും കാർത്തിയെ തടയുന്നുണ്ട്. നീ ഇപ്പോൾ സസ്പെൻഷനിലാണെന്ന് പറയുന്നു.
സഹീറ പക വീട്ടുകയാണെന്ന് മനസ്സിലാക്കി ഞാനിവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കണോ എന്ന് കാർത്തി ചോദിക്കുന്നു. കയ്യും കെട്ടി ഇരിക്കേണ്ട സമയത്ത് കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടോ. ഈ വിഷയത്തിലുള്ള എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞതാണ്. കാർത്തിമോൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും രാജലക്ഷ്മി പറയുന്നു. അമ്മ, ഇതൊരു കള്ളക്കേസാണെന്ന് ഇനിയും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ, ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ചുമ്മാതിരിക്കാൻ കാർത്തിക്ക് സാധിക്കില്ല. ലോക്കപ്പിൽ കിടക്കുന്നത് അവന്റെ ഭാര്യയാണ്. അവൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്നൊക്കെ ജഗദീഷ് അമ്മയോട് പറയുന്നു. നേരായ മാർഗത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ ഈ ചെറിയച്ഛനും അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് ജഗദീഷ് പറയുന്നു. കാർത്തികിന് പിന്നെ ജോലി ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല എന്നും വരും. മീനാക്ഷിക്ക് പിന്നാലെ ഞാനും ജയിലിലേക്ക് പോയി എന്നും വരും. അതൊക്കെയാണോ അമ്മ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ജഗദീഷ്. ഒരിക്കൽ പോയി പരാജയപ്പെട്ടതല്ലേ അവൻ, ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് രാജലക്ഷ്മി. ഇനി ഇറങ്ങാൻ പോകുന്നത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയാണെന്ന് അമ്മ പറയുന്നു. മോനെ കാർത്തി, ACP അവർ ഇപ്പോൾ നീതിയുടെയും നിയമത്തിൻ്റെയും പിന്നിൽ നിൽക്കുമെന്ന് കരുതിയാണ് ഞാൻ അവരെ സംരക്ഷിച്ചത്. അതല്ല, ചെമ്പകമംഗലത്തെ കുട്ടിയെ തന്നെ ഇരയാക്കി ചെമ്പകമംഗലത്തോടുള്ള പക തീർക്കുകയാണെങ്കിൽ ഇനി വെറുതെ ഇരിക്കാൻ രാജലക്ഷ്മിക്ക് ആവില്ല. സർവ്വ ആയുധങ്ങളും എടുത്ത് പൊരുതും രാജലക്ഷ്മി. മീനാക്ഷിക്ക് വേണ്ടി മാത്രമല്ല, അർച്ചനയ്ക്ക് വേണ്ടിയിട്ടും. അങ്ങനെ ഹോം മിനിസ്റ്ററിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നന്ദിനി. ഈ കാര്യത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കണോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കേണ്ടതാണെങ്കിൽ ബുദ്ധിമുട്ടിച്ചേ പറ്റൂ. അങ്ങനെ ഹോം മിനിസ്റ്ററെ വിളിക്കുകയാണ് ഇപ്പോൾ ചെമ്പകമംഗലം രാജലക്ഷ്മിയമ്മ. കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് രാജലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നു. അത്രയുള്ളോ കാര്യം, ഇത് എനിക്കൊരു ഫോൺ കോളിലൂടെ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ തീർത്താൽ പോരാ. കാര്യമില്ലാതെ ചെമ്പകമംഗലത്തെ കുട്ടിയെ കുറ്റവാളിയാക്കുകയും കൈവിലങ്ങ് ഇടുകയും ചെയ്തവൾ ശിക്ഷ അനുഭവിക്കണം. അത് എനിക്ക് കാണണമെന്നും പറയുന്നുണ്ട്. പിന്നെന്താ, കൺമുന്നിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ. അവിടെ എനിക്കൊരു മിസ് കോൾ ചെയ്താൽ മതി. അവരുടെ പവറും പത്രാസും മുരുകി ഒലിച്ചു പോകുന്നത് ഞാൻ നേരിട്ട് കാണിച്ചു തരാമെന്ന് പറയുന്നു. ഇതൊക്കെ ചെമ്പകമംഗലത്തോട് ഉള്ള എൻ്റെ ഒരു കടം വീട്ടിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഫോൺ വെച്ചതിന് ശേഷം അവരോട് പറയുന്നു രാജലക്ഷ്മി, ഇനി ബാക്കി പോലീസ് സ്റ്റേഷനിൽ. ഉച്ചയൂണിന് ചെമ്പകമംഗലത്ത് മീനാക്ഷി ഉണ്ടാകും, അതിഥിയായി അർച്ചനയും. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് സമാധാനമാകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് രാജലക്ഷ്മിയും സച്ചിയും കാർത്തിയും സന്ദീപും. സഹീറയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. മേഡം, ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞില്ല എന്ന് രാജലക്ഷ്മി പറയുന്നു. ഇത് പോലീസ് സ്റ്റേഷനാണ് എന്ന് ACP പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, ഏത് പോലീസ് സ്റ്റേഷനാണെങ്കിലും കേരളത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ചില മര്യാദകൾ പാലിക്കാറുണ്ട്. മേഡത്തിന് ആ മര്യാദ അറിയില്ലേ? ചില മര്യാദ ആരും പഠിപ്പിച്ചു തരുന്നതല്ലല്ലോ, വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതല്ലേ? മേഡം അത് പഠിക്കാതെ പോയെന്ന് പറയുമ്പോൾ ഷട്ടപ്പ് എന്ന് ദേഷ്യത്തോടെ ACP പറയുന്നുണ്ട്. ചൂടാവാതെ മേഡം, ഞാനൊന്ന് പറയട്ടെ എന്ന് അമ്മ. ചെമ്പകമംഗലം എന്ന രാജലക്ഷ്മി എന്ന ഞാൻ ആരാണെന്ന് മേഡം അറിയാതെ പോയി. അത് വിട്ടേക്ക് പോട്ടെ. ഈ നിൽക്കുന്ന എൻ്റെ കൊച്ചുമകൻ കാർത്തി ഒരു IPS കാരനാണെന്നും ACP ആണെന്നും ഇനിയും ഈ കസേരയിലേക്ക് വന്നിരിക്കേണ്ട ആളാണെന്നും മേഡം അറിയാതെ പോയി. അതും വിട്ടേക്ക് പോട്ടെ. പക്ഷേ ഒരു ബഹുമാനവും തന്നില്ലെങ്കിലും ഈ ഒരു ബഹുമാനം എനിക്ക് കിട്ടിയിരിക്കണം. ഇന്ത്യയിലെ ഒരു സീനിയർ സിറ്റിസന് കിട്ടേണ്ട ബഹുമാനം. അത് ആരും തരുന്ന ഔദാര്യമല്ലല്ലോ, എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ ഇപ്പോൾ ആ ചെയറിൽ കയറിയിരിക്കുന്നു. ജാമ്യം കിട്ടില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടൊരു ഘോഷയാത്ര? സർവീസിലില്ലാത്ത ഈ ACPയുടെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതവും പാഴാക്കരുതേ എന്ന് ACP പറയുമ്പോൾ കാർത്തി പറയുന്നു, എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളല്ലല്ലോ. ഈ കാറ്റും മഴയും പെട്ടെന്ന് മാറും, അത് നിങ്ങൾ മറക്കരുത്. മീനാക്ഷിയെ അർച്ചനയും വിട്ടയക്കണം, അവർ നിരപരാധിയാണ് എന്ന് രാജലക്ഷ്മി. അപ്പോൾ ഇതൊരു കുടുംബ പാക്കേജാണ് അല്ലേ എന്ന് ACP. ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഈ ന്യായം മേഡത്തിന് അംഗീകരിച്ചേ മതിയാകൂ എന്ന് സച്ചിയും പറയുന്നു. എനിക്ക് രാജലക്ഷ്മി അമ്മയോട് ആണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ അർച്ചന നിരപരാധിയാണെന്ന് പറഞ്ഞല്ലോ. അർച്ചനയെ നിങ്ങൾക്ക് എത്ര കാലമായിട്ടറിയാം? എന്താ രാജലക്ഷ്മി അമ്മയ്ക്ക് ഉത്തരം മുട്ടിയോ എന്ന് ACP. അങ്ങനെ രാജലക്ഷ്മി അമ്മയ്ക്ക് ഉത്തരം മുട്ടില്ല സാർ. അഹങ്കാരമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ACP പറയുന്നു, നിങ്ങൾ ഏത് കൊമ്പത്തെ ചെമ്പകമംഗലത്തേതാണെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതിയെ വിട്ടുതരാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ അവരെ കോടതിയിൽ ഹാജരാക്കും. അവരെ നിങ്ങൾക്ക് അവിടെ നിന്നും ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കേ. മേഡത്തിന് ഈ തീരുമാനം മാറ്റേണ്ടി വരും. ഒരു മിനിറ്റ്, ഞാനൊരു കോള് ചെയ്തോട്ടെ. മോനെ കാർത്തി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ ഫോൺ വാങ്ങിച്ചു. എന്നിട്ട് ഹോം മിനിസ്റ്ററിനെ വിളിച്ചു. അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയുകയാണ് രാജലക്ഷ്മി. ടെൻഷൻ ആവുകയാണ് ACP. രാജലക്ഷ്മി അമ്മ ഫോൺ വെക്കേ, ഞാൻ ഇപ്പോൾ തന്നെ ACP വിളിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.